നടിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കേസിൽ സാക്ഷി വിസ്താരമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിചാരണ പൂർത്തിയായെങ്കിലും അവസാനഘട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് കേസ് പരിഗണിക്കുക. ഒരുപക്ഷെ കേസ് വിധി പറയുന്ന തീയതിയും ഇന്ന് അറിയാം. നവമി ദിനേശ് ശരിയാണ്. നവമി, അതാണ് പ്രധാനം. ദീർഘനാളായി നടക്കുന്ന ഒരു കേസാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. എത്രയോ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. തെളിവുകൾ നിരവധിയായി ശേഖരിച്ചു. ഇനി അറിയേണ്ടത് വിധി, അന്തിമ വിധി എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ്. അതിന്ന് അറിയാം അല്ലേ? പ്രതികൾ നിരവധി തരത്തിലുള്ള വിവാദങ്ങളുണ്ടായ ഒരു കേസാണ്. ഒരുപാട് സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസാണ്. നമുക്കറിയാം, ഓരോ വിചാരണ ഘട്ടത്തിലും അട്ടിമറികൾ എന്ന പരാതിയടക്കം ഉയർന്ന കേസാണ്. പ്രമുഖൻ പ്രതിയായ കേസാണ്. നവമി, വിവരങ്ങൾ. രഞ്ജിത്ത്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരിക്കും ഇന്ന് ഈ കേസ് പരിഗണിക്കുക. ഇന്ന് ചിലപ്പോൾ എന്നായിരിക്കും ആ കേസിന്റെ വിധി എന്നത് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ജസ്റ്റിസ് ഹണി എം വർഗീസാണ് എങ്ങനെയാണെങ്കിൽ തീയതി പ്രഖ്യാപിക്കുക. നമുക്കറിയാം, 7 വർഷത്തോളമായി ഈ കേസിന്റെ വിചാരണ ഇങ്ങനെ നീളുന്നു. സംഭവം നടന്നിട്ട് ഇത്രയേറെ ആയിട്ട് പോലും കോടതിയിൽ നിന്നും വലിയ കാലതാമസമാണ് ഈ കേസിന്റെ വിചാരണ സംബന്ധിച്ചൊക്കെ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിലടക്കം ഈ ആക്രമിക്കപ്പെട്ട നടി സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ വിചാരണ അല്ലെങ്കിൽ വിധി ഇത്രയും നീളുന്നതിനെതിരെയൊക്കെ എന്തായാലും മേൽക്കോടതിയുടെയൊക്കെ വിധിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ മാസത്തിൽ തന്നെ വിധി ഉണ്ടാകും എന്ന് അറിയാൻ സാധിക്കുന്നത്. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാകാൻ ഉള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. എന്നാലും ഇന്ന് അതിലൊരു വ്യക്തത കൈവരും. 2017 ഫെബ്രുവരി 17 ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിക്കപ്പെട്ടത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഇയാൾ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിലെ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം നടിക്കെതിരെ ഉണ്ടായതെന്ന കാര്യമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. പിന്നീട് സിനിമാ മേഖലയിലടക്കം 2 ചേരികളായി തിരിയുകയും വലിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. അങ്ങനെ നീണ്ട 7 വർഷത്തിന് ശേഷം അതിന്റെ വിധി അവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ നടൻ ദിലീപിന് അതേറെ നിർണായകമാണ്. ഈ തന്നെ വെറുതെ വിടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദിലീപ് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ എല്ലാ പ്രതികൾക്കും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ നടിക്കുള്ളത്. 1ാം പ്രതി പൾസർ സുനിക്ക് കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതി ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്താണ്. ഇനി എന്താണ് ഇതിന്റെ വിധി എന്നുള്ളതാണ് ഏറെ നിർണായകമാകുന്നത്. ഇന്ന് 11 മണിയോടുകൂടി കേസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ഈ കേസിന്റെ വിധി പറയുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.